ന്യൂസ് ഡെസ്കിലേക്ക് വീണ്ടും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി. കേരളത്തിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നും അതിന് അനുവദിക്കണമെന്നും നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണെന്നും അബിൻ വർക്കി പ്രതികരിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നാണ് അബിൻ വർക്കിയുടെ ആവശ്യം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അബിനിപ്പോ അക്കാര്യത്തിൽ എന്താണ് പറയാൻ? യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകർ ഞങ്ങൾ കാലങ്ങളായി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്നതാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം സെക്രട്ടറി ആയിട്ടാണ് എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് KSU യൂണിറ്റ് പ്രസിഡന്റ് ആവുകയും NSUവിന്റെ ദേശീയ സെക്രട്ടറി വരെയായി. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ വരെയായി. ഞാനിത് ഒക്കെ ആകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയോടാണ്. കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിനുള്ളിൽ തുടങ്ങിവെച്ച ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഞാനടക്കമുള്ളവർ ഒട്ടേറെ ആളുകൾ ഞങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാനും ഏതാണ്ട് 1,70,70,000 വോട്ടുകൾ ലഭിക്കുവാനും എനിക്ക് സാധിച്ചു. അത് രണ്ടാം സ്ഥാനത്ത് ആയി. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള ഏറ്റവും എന്നാൽ കഴിവിൻ്റെ പരമാവധിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തി വന്നത്. എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത്, അത് സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു, ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി, കേസുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസുണ്ടാക്കി, TV യിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി. എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത്. എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ഒരു ടാഗും കൂടെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എൻ്റെ പാർട്ടി നടത്തുന്ന ഒരു മഹായുദ്ധമാണ് കേരളത്തിൽ നടത്തുന്നത്. ആ മഹായുദ്ധം നടത്തുമ്പോൾ കേരളത്തിൽ ഉണ്ടാവേണ്ട ഒരു അനിവാര്യതയുണ്ട്. കാരണം ഞാനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കെതിരെയും BJP സർക്കാരുകൾക്കെതിരെയും സാധാരണ പ്രവർത്തകരോടൊപ്പം സമരങ്ങൾ നടത്തി വരികയാണ്. ഒട്ടേറെ ആശയപ്രചരണങ്ങൾ നടത്തി വരികയാണ്. ഇപ്പോൾ അതൊരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് കേരളം എത്തി നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന് ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പ്രവർത്തനം തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മുന്നേയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത്. ഞാൻ ഏറ്റവും അടിയുറച്ച, ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് എൻ്റെ നെഞ്ചിലുള്ളത്. കോൺഗ്രസ് എന്ന അഡ്രസ്സാണ് എനിക്കുള്ളത്. ആ അഡ്രസ്സ് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കപ്പെടുന്നത്. ഞാൻ ചെറുപ്പം തൊട്ട് ആ കോൺഗ്രസ് വികാരത്തിലാണ് നയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ നേതൃത്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കും, എനിക്ക് കേരളത്തിൽ ഈ സുപ്രധാനമായ സമയത്ത് തുടരാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കും. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ടെടുപ്പിലൂടെയാണ് താങ്കൾ എത്തിയത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ തഴയപ്പെട്ടു എന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ? അല്ല, അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും അതൊരു തെരഞ്ഞെടുപ്പായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഏറെ വാശിയോടെയാണ് എല്ലാവരും മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും മത്സരിക്കുമ്പോൾ എനിക്ക് 1,70,70,000 വോട്ടുകളാണ് എൻ്റെ സഹപ്രവർത്തകർ നൽകിയ വോട്ടുകളാണ്. അതിനുവേണ്ടി ഒട്ടേറെ കഷ്ടപ്പെട്ട, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ബൂത്ത് തലത്തിലും കഷ്ടപ്പെട്ട് ഒട്ടേറെ സഹപ്രവർത്തകർ വോട്ട് ചെയ്ത് പണം മുടക്കി. 50 രൂപയാണ് ഒരു മെമ്പർഷിപ്പിൻ്റെ വില. അബിൻ വർക്കിയുടെ പ്രതികരണമാണ് കാണുന്നത്. അബിൻ വർക്കി വൈസ് പ്രസിഡന്റ് തുടരാൻ അനുവദിക്കണം, ഒപ്പം തന്നെ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, ഈ അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തി പറയുന്നുണ്ട്. പക്ഷേ അതിൽ അപ്പോൾ തന്നെ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസിനോട് വിധേയനാണ്, വെല്ലുവിളിയായി ഇതിനെ കണക്കാക്കരുത്, എനിക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കണം
എന്ന് അബിൻ പറയുമ്പോൾ എന്താണ് അബിൻ്റെ മുന്നോട്ടുള്ള പദ്ധതി? പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കാത്ത തരത്തിൽ, എന്നാൽ തന്റെ വിയോജിപ്പ് കൃത്യമായി നേതൃത്വത്തിന് ബോധ്യപ്പെടുന്ന തരത്തിൽ, ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇപ്പോൾ അബിൻ വർക്കി മാധ്യമങ്ങളോട് തന്റെ ഈ അധ്യക്ഷ സ്ഥാനം ലഭിക്കാതെ പോയതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലും വ്യക്തിപരമായുമുള്ള അമർഷം, അതൃപ്തി, വിയോജിപ്പ് പരസ്യമാക്കിയിരിക്കുന്നത്. അത് ദേശീയ നേതൃത്വത്തെയും ഐ ഗ്രൂപ്പും അതോടൊപ്പം അബിൻ വർക്കി നേരിട്ടും അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഈ വാർത്താ സമ്മേളനം, അതായത് മാധ്യമങ്ങളോട് അബിൻ നടത്തിയ പ്രതികരണം മുഴുവൻ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ അത് ചുരുക്കി, അതായത് രാഹുൽ ഗാന്ധി തുടക്കമിട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന വാക്ക് പലതവണ അബിൻ വർക്കി ആവർത്തിച്ചു. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ 1,70,000-ത്തിലധികം വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തുകയും അങ്ങനെ വൈസ് പ്രസിഡന്റ് ആകുകയും ചെയ്തയാളാണ് താൻ. അതിന് ഏതാണ്ട് 80 ലക്ഷത്തിലധികം രൂപ തന്റെ സഹപ്രവർത്തകർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ചെലവഴിച്ചാണ് തന്നെ ഇത്രയധികം വോട്ടുകൾ നൽകി വിജയിപ്പിച്ച് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് അബിൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് കൃത്യമായ ഒരു സൂചനയാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പരോക്ഷമായി പറഞ്ഞു വെക്കുകയാണ് അബിൻ വർക്കി. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി തുടക്കമിട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന വാക്ക് പലതവണ അബിൻ വർക്കി ആവർത്തിച്ചത്. ഇതേ കാര്യം തന്നെയാണ് ദേശീയ നേതൃത്വത്തെയും ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളും അബിൻ ഉൾപ്പെടെയുള്ളവരും അറിയിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഒരുപക്ഷെ മാധ്യമങ്ങളോട് ഇത്തരത്തിൽ ഒരു മാന്യമായ രീതിയിൽ പാർട്ടിക്ക് ക്ഷീണവും കോട്ടവും തട്ടാത്ത തരത്തിലാണ് തന്റെ അതൃപ്തി പരസ്യപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും നേതൃത്വത്തോട് വളരെ വൈകാരികമായി തന്നെ അപമാനിക്കാനുള്ളൊരു നീക്കമാണ്, ഒതുക്കാനുള്ളൊരു നീക്കമാണ് ഉണ്ടായത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അബിന്റെ ഭാഗത്തുനിന്നും മുതിർന്ന നേതാക്കളുടെ, ഐ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഒരു ഘട്ടത്തിൽ അബിനോടൊപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അബിനെ അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ഭാരവാഹികളിൽ ചിലർ തങ്ങൾ രാജിവെച്ചൊഴിയുകയാണ് എന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളിയിലേക്ക് വരെ, അങ്ങനെ ഒരു വൈകാരികമായ തീരുമാനങ്ങളിലേക്ക് വരെ കടന്നതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് മുതിർന്ന നേതാക്കൾ അവർക്ക് നൽകിയൊരു കൃത്യമായ നിർദ്ദേശത്തെ തുടർന്നാണ് അവർ പിൻവലിഞ്ഞത്. പക്ഷേ കൃത്യമായ അതൃപ്തിയിൽ തന്നെയാണ്. അതൃപ്തി അവർ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, അബിൻ ഈ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത് താൻ ഒരു ക്രിസ്ത്യാനിയായി പോയതാണോ ആ പറ്റിയ തെറ്റ് എന്ന് അറിയില്ല. അതായത് ഈ സാമുദായിക സമവാക്യങ്ങളാണ് അബിൻ വർക്കിക്ക് വെല്ലുവിളിയായതെന്ന് നമ്മൾ ഇന്നലെ മുതൽ തന്നെ വാർത്തകൾ നൽകിയതാണ്. അങ്ങനെയെങ്കിൽ യൂത്ത് KSUവിന്റെയും അതോടൊപ്പം KPCCയുടെയും തലപ്പത്ത് ക്രൈസ്തവ ന്യൂനപക്ഷ പ്രതിനിധികൾ ഇരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൂടി അങ്ങനെ ഒരാൾ എത്തിയാൽ അത് സാമുദായിക സമവാക്യങ്ങൾ മാറി മറിയും എന്ന തരത്തിൽ ഒരു പ്രചാരണം, അത് അബിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള വലിയൊരു പ്രചാരണം നടന്നിരുന്നു. അതിനുള്ളൊരു മറുപടി കൂടിയാണ് അബിൻ നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായി ഇപ്പോൾ തഴയപ്പെട്ട അബിന് മുമ്പോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായ ജയസാധ്യതയുള്ള ഒരു നിയമസഭാ സീറ്റ് നൽകേണ്ട തരത്തിലേക്കൊരു വിലപേശൽ തന്ത്രം ഐ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ കൂടി നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ പരസ്യമായ പ്രതികരണവുമായി അബിനും അബിന്റെ ഒപ്പമുള്ളവരും രംഗത്തെത്തുന്നത്. ദേശീയ നേതൃത്വത്തെ അടക്കം മുതിർന്ന നേതാക്കൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യം, ഈ പ്രതിസന്ധി മറികടക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ഒരുപക്ഷെ അബിൻ പറഞ്ഞതനുസരിച്ച് അബിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കേരളത്തിൽ തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും OJ ജനീഷ് ഇതേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏതാണ്ട് 19,000-ഓളം വോട്ടുകളാണ് നേടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിനേക്കാൾ ഒരുപാട് മുകളിൽ ആയിരുന്ന അബിൻ വർക്കിക്ക് എന്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് തട്ടിമറിക്കപ്പെട്ടു എന്ന ഉത്തരം നൽകി വിമർശനം രൂക്ഷമാക്കുകയാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ. അവർ അക്കാര്യം ദേശീയ നേതൃത്വത്തെ അടക്കം അറിയിച്ചിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായി ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിരീക്ഷണമുണ്ടാകും, ഇടപെടലുണ്ടാകും, പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ അവർ തേടും. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, KM അഭിജിത്തിന് വേണ്ടിയും എ ഗ്രൂപ്പ് വലിയ തരത്തിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദേശീയ കമ്മിറ്റിയിലേക്ക് അഭിജിത്തിനെ പരിഗണിക്കാതിരുന്നത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയായി അഭിജിത്തിനെ നിയമിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് എ ഗ്രൂപ്പിനെ തൽക്കാലത്തേക്കെങ്കിലും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വലിയൊരു ആശ്വാസത്തിലാണ് നേതൃത്വമുള്ളത്. പക്ഷേ അബിൻ വർക്കിയുടെ കാര്യത്തിൽ തുടർന്ന് എന്ത് തീരുമാനം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നതാണ് അറിയാനുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അതോടൊപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡും ഈ വിഷയത്തിൽ ഉചിതമായ ഒരു ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ഐ ഗ്രൂപ്പും അബിൻ വർക്കിയും.
റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിയമ അനീഷ് കുമാർ കൂടി ചേരുന്നത്. അനീഷ്, ഈ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള വാദമായിരുന്നു ഐ ഗ്രൂപ്പ് ഉന്നയിക്കുന്നത്. ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അബിൻ ഈ വോട്ട് കിട്ടിയ കാര്യത്തിലും തെരഞ്ഞെടുപ്പിൽ നടന്ന മത്സരത്തെ പറ്റിയൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും അത്തരമൊരു ഒരു കാര്യം, അത്തരമൊരു സംഭവമുണ്ട് എന്നുള്ള ഒരു ഉന്നയിക്കലിവിടെ ഉണ്ടായോ? തീർച്ചയായും വോട്ടിന്റെ ഷെയർ കൃത്യമായി പറഞ്ഞാണ് എബിൻ വർക്കി മാധ്യമങ്ങളെ കണ്ടത്. കാരണം 19,000 വോട്ടുകൾ മാത്രം നേടിയ ആൾ അധ്യക്ഷനായി മാറുക, 1,70,000 വോട്ട് നേടിയ ആൾ ദേശീയ തലത്തിലേക്ക് അയക്കപ്പെടുക, രണ്ട് കാര്യങ്ങളാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഒരു മുന്നണി പോരാളിയായി നിന്ന് യൂത്ത് കോൺഗ്രസ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമായിരുന്നു. എല്ലാ വശത്തു നിന്നും ആരോപണങ്ങളുടെ കൂരമ്പുകൾ ആ സംഘടനയ്ക്ക് നേരെ നീങ്ങുമ്പോഴും അതിനെ ഫലപ്രദമായി പ്രതിരോധിച്ച ആൾ കൂടിയാണ് അബിൻ വർക്കി. അതായത് മെറിറ്റ് പരിഗണിച്ചാൽ രണ്ടാം സ്ഥാനം ലഭിച്ച ആളാണ് ഒന്നാം സ്ഥാനത്തേക്ക് വരേണ്ടത്. കാരണം രാഹുൽ ഗാന്ധി വലിയൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നിർദ്ദേശിക്കുകയും അതിന് വാശിയേറിയ പോരാട്ടം ഈ അംഗങ്ങളെ ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് 80 ലക്ഷം രൂപയ്ക്ക് മാത്രം ഇതിനുവേണ്ടി ചെലവായി എന്ന് അബിൻ വർക്കി പറയുന്നു. ഒപ്പം അദ്ദേഹത്തിനെതിരെയുള്ള ആ കേസുകൾ, സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും പാർട്ടിക്കായി അല്ലെങ്കിൽ സംഘടനയ്ക്കായി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരാൾ കൂടിയാണ്. അതായത് താൻ മുറിച്ചിട്ടാൽ വരുന്നത് കോൺഗ്രസ് ചോരയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് പോലും അദ്ദേഹം ആ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സംഘടനാ സംവിധാനത്തിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനം പോലും ഉണ്ടായിരുന്നില്ല. അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, സെക്രട്ടറിമാർ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഒരു വർക്കിംഗ് പ്രസിഡന്റായി ഒരാളെ പുതുതായി നിയമിച്ചപ്പോൾ പോലും അത്തരമൊരു സ്ഥാനത്തേക്ക് പോലും അബിൻ വർക്കിയെ പരിഗണിച്ചില്ല എന്നതാണ് ഏറെ കൗതുകരമായ കാര്യം. നേരത്തെ 2 വർഷം മുമ്പ് അദ്ദേഹത്തിന് സമാനമായ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം കേരളത്തിൽ തുടരാൻ തന്നെ ആ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്കാണ് 2 വർഷം കഴിഞ്ഞ് വീണ്ടും ആ സ്ഥാനം നൽകുകയും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ നിൽക്കെ വലിയ പോരാട്ടം സർക്കാരിനെതിരെ നടത്തുന്ന ആളെ കേന്ദ്ര പ്രവർത്തനത്തിലേക്ക് മാറ്റുന്നു. എന്തായാലും ഒരു തികഞ്ഞ അതൃപ്തിയുണ്ട്. പക്ഷേ അത് അങ്ങേയറ്റം മാന്യമായ ഭാഷയിൽ, പ്രവർത്തകർക്ക് വേദന വരാത്ത ഭാഷയിൽ തന്നെയാണ് അബിൻ വർക്കി പുറത്തു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ കേരളം വിട്ടൊരു തട്ടകത്തിലേക്ക് പോകാൻ അദ്ദേഹം സന്നദ്ധമല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാന്യമായ ഭാഷയിലും പാർട്ടിയുടെ അച്ചടക്ക നടപടികൾക്ക് വിധേയമാവാത്ത രീതിയിലും തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് തരത്തിലാണ് കാര്യങ്ങൾ നീക്കുക, അല്ലെങ്കിൽ അബിൻ വർക്കിയെ ഏത് പോസ്റ്റിലേക്കാണ് ഇനി കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റുക എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി യൂത്ത് കോൺഗ്രസിന് മുന്നിലുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെ സംഘടന കടന്നുപോയ ഘട്ടത്തിൽ അതിനെ താങ്ങി നിർത്തിയ ആളുകളൊക്കെയാണ് ഇവരൊക്കെ. അവർക്കാണിപ്പോൾ ഒരു വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നതെന്നാണ് സൈബർ ഇടങ്ങളിലടക്കം കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. 19,000 വോട്ട് കിട്ടിയാൽ അധ്യക്ഷനാകുകയും 1,70,000-ലധികം വോട്ട് കിട്ടിയാൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു മാജിക്, അത് കോൺഗ്രസിൽ മാത്രമേ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ മാത്രമേ നടക്കൂ എന്ന വിമർശനങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. റൈറ്റ്, അബിൻ വർക്കി സൂചിപ്പിച്ചതുപോലെ അബിൻ വർക്കി സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നേതൃത്വത്തെ അറിയിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നേരിട്ട് ഒരു വൈകാരികമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ പ്രത്യക്ഷത്തിൽ ആഞ്ഞടിച്ചില്ലെങ്കിൽ പോലും ക്രിസ്ത്യാനിയായത് ആണോ പ്രശ്നമെന്ന് ഉള്ളത് അത് എനിക്കറിയില്ല, നേതൃത്വത്തോട് ചോദിക്കണം എന്നുള്ള നിലപാടാണ് എടുത്തത്. പക്ഷേ അതേ സമയത്ത് തന്നെ തനിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ എണ്ണം കൃത്യമായി പറഞ്ഞു തന്നെ അബിൻ വർക്കി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തൊട്ടു മുമ്പാണ് കോഴിക്കോട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് അബിൻ വർക്കി.